എല്ലാ കൂട്ടുകാർക്കും ഇൻഷുറൻസ് പ്രൊഫസറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ക്ലെയിം രജിസ്റ്റർ ചെയ്യാം എന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ക്ലെയിം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യത്തെ കാര്യം, വണ്ടി യുണൈറ്റഡ് ഇന്ത്യയിൽ തന്നെ അടച്ചൊരു പേപ്പറും അതിന് പുറമെ അതൊരു ഫുൾ കോർ ഇൻഷുറൻസും ആണോ എന്നാണ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത്. നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പോളിസി എടുത്തു വെച്ചിട്ടുണ്ട്, ഡമ്മി രൂപത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ പേപ്പർ ഫുൾ കോർ ഇൻഷുറൻസ് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. പാക്കേജ് പോളിസി എന്നാണ് നോക്കുക. പിന്നെ അപകടം നടന്ന തീയതി, ആ കാലഘട്ടത്തിൽ ഇൻഷുറൻസ് ഉണ്ടോ എന്നതാണ് രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മൂന്നാമത്തെ കാര്യം, വണ്ടി ഒരു വർക്ക്ഷോപ്പിൽ ഇട്ടതിന് ശേഷം എസ്റ്റിമേറ്റ് ഒക്കെ വാങ്ങിയതിന് ശേഷം ക്ലെയിം ഫോമും ഇൻറ്റിമേഷൻ ഫോമും ഒക്കെ വാങ്ങേണ്ടതാണ്. ക്ലെയിം ഇൻറ്റിമേഷൻ ഫോം നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇൻറ്റിമേഷൻ ഫോം ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇൻറ്റിമേഷൻ ഫോമിൻ്റെയും അതിന് പുറമെ ക്ലെയിം ഫോമിൻ്റെയും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്ലെയിം ഫോമും ഇൻറ്റിമേഷൻ ഫോമും ഫില്ല് ചെയ്തതിന് ശേഷം വണ്ടിയുടെ വണ്ടി സംബന്ധമായ എല്ലാ രേഖകളും നമ്മൾ കസ്റ്റമറുടെ അടുത്ത് നിന്ന് നമ്മൾ വാങ്ങേണ്ടതാണ്. എന്തൊക്കെ രേഖകളാണ് എന്നതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. ഒന്ന്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ, അതായത് നമ്മുടെ അപകടം നടന്ന വണ്ടിയുടെ RC, അതിൻ്റെ കോപ്പി നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിന് ഒറിജിനൽ അവരുടെ അടുത്ത് വാങ്ങണം. ഒറിജിനൽ വാങ്ങി ഒറിജിനൽ നോക്കി വെരിഫൈ ചെയ്തതിന് ശേഷം ഒറിജിനൽ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ അപകടം നടന്ന സമയത്ത് വാഹനം ഓടിച്ചത് ആരാണോ അവരുടെ ലൈസൻസിൻ്റെ കോപ്പിയും ഒറിജിനലും ആണ് പിന്നെ വേണ്ടത്. അതിനുശേഷം വാഹന ഉടമ ആരാണോ അവരുടെ പേരിൽ തന്നെയുള്ള ബാങ്ക് പാസ്ബുക്കോ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ, ഇതും നമ്മൾ ഒറിജിനൽ നോക്കി വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണെങ്കിൽ മാത്രം, പ്രൈവറ്റ് വാഹനങ്ങൾക്കില്ല, കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണെങ്കിൽ മാത്രം ഫിറ്റ്നസ്, പെർമിറ്റ്, ടാക്സ്, ട്രിപ്പ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ലോറികൾക്കാണ് ട്രിപ്പ് ഷീറ്റുകൾ ഉണ്ടാവുക. പെർമിറ്റ് ഉള്ള വണ്ടികൾക്ക് മാത്രമാണ് നോക്കുക. അത് ചെറിയ GVW പറഞ്ഞാൽ അതായത് 3 വീലർ ഗുഡ്സൊക്കെ പോലുള്ള വാഹനങ്ങൾക്ക് പെർമിറ്റ് ഉണ്ടാകില്ല. അപ്പോൾ അതിനനുസരിച്ച് വണ്ടി സംബന്ധമായ എല്ലാ രേഖകളും എന്ന് പ്രത്യേകം ഓർത്താൽ മതി. പ്രത്യേകമായിട്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത്. അതിന് പുറമെ ക്ലെയിം ഇൻറ്റിമേഷൻ ഫോം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഫില്ല് ചെയ്ത ക്ലെയിം ഇൻറ്റിമേഷൻ ഫോമിൻ്റെ ഒറിജിനലും ക്ലെയിം ഫോമിൻ്റെ ഒറിജിനലും വാങ്ങുക. വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഷോറൂം എവിടെയെങ്കിലും എവിടുന്നാണോ വണ്ടി എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളത് അവിടുന്ന് വാങ്ങിയിട്ടുള്ള ഒറിജിനൽ എസ്റ്റിമേറ്റും നമ്മൾ വാങ്ങുക. പിന്നെ വണ്ടി വലിച്ചു കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ ടോവിംഗ് ബിൽ എന്നാണ് പറയുന്നത്, ആ ടോവിംഗ് ബില്ലും വാങ്ങുക. അപകട സ്ഥലത്ത് നിന്ന് സ്പോട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയും, FAR GD എൻട്രിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയും, ഇൻഷുറൻസിൻ്റെ കോപ്പിയുമാണ് വേണ്ടത്. ഇൻഷുറൻസിൻ്റെ കോപ്പി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ 2 കാര്യമുണ്ട്. ഒന്ന്, സ്റ്റാൻഡ് ലോൺ പോളിസി ആണെങ്കിൽ, അതായത് 2 വീലറോ പ്രൈവറ്റ് കാറോ ചെയ്യുമ്പോൾ അത് സ്റ്റാൻഡ് ലോൺ പോളിസി ഉണ്ടായിരിക്കും. അപ്പോൾ ആ സ്റ്റാൻഡ് ലോൺ പോളിസീൻ്റെ കോപ്പിയും, പിന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസിൻ്റെ പേപ്പറും, അതായത് ബണ്ടിൽഡ് പോളിസി എന്ന് പറയും. 3 വർഷത്തെ ഇൻഷുറൻസ് ഉണ്ടാവും വണ്ടി ഷോറൂമിൽ ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ ആ ബണ്ടിൽഡ് പോളിസിയുടെ കോപ്പി നമ്മൾ വാങ്ങണം. അതിന് പുറമെ ഇൻഷുറൻസിൻ്റെ അതായത് RC ഓണറിൻ്റെ ആധാറിൻ്റെ കോപ്പി നമ്മൾ വാങ്ങേണ്ടതുണ്ട്. ഒറിജിനൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒറിജിനൽ വെരിഫൈ ചെയ്താൽ അത്രയും നന്നായിരിക്കും. ഒറിജിനൽ നിർബന്ധിക്കുന്നില്ല. അതിന് പുറമെ പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതും വാങ്ങുക. ഈ 2 കാര്യം നിർബന്ധം പറയുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ അവസാനം കൊടുത്തിട്ടുള്ളത്. റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോം ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ലിങ്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലെയിം രജിസ്ട്രേഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഡെമോ ആയിട്ട് ഒരു വണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇൻഷുറൻസിൻ്റെ പേപ്പർ. ഇത് ഇൻഷുറൻസിൻ്റെ കാലാവധി 16/6/2023 മുതൽ 15/6/2024 വരെയുള്ള ഒരു ഇൻഷുറൻസ് ആണ്. അപ്പോൾ നമ്മൾ ആ ഇൻഷുറൻസിൻ്റെ പോളിസി നമ്പർ കോപ്പി ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ക്ലെയിം ഫോമിലും ഈ നമ്പർ തന്നെയില്ലേ എന്നുള്ളത് വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ ക്ലെയിം ഫോമുകളൊക്കെ ഡമ്മി ആയിട്ട് രൂപത്തിൽ ഒരു ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പോളിസി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ക്ലെയിം രജിസ്ട്രേഷനിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇവിടെ GC കസ്റ്റമർ മാനേജ്മെൻറ്റ് എന്നത് കാണാം. ഇവിടെ പോയിട്ട് വ്യൂ ഓർ മോഡിഫൈ കസ്റ്റമർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. വ്യൂ ഓർ മോഡിഫൈ കസ്റ്റമറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റമർ ID എന്നത് കാണാം. നമ്മുടെ പോളിസിയിൽ നോക്കിയിട്ട് കസ്റ്റമർ ID കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോളിസിയുടെ കസ്റ്റമർ IDയുടെ ഡീറ്റെയിൽസുകൾ ഇവിടെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ നോക്കിയിട്ട് നമ്മുടെ പോളിസിയിൽ കസ്റ്റമർ IDയിൽ ആധാർ നമ്പറും KYCയും ആദ്യം അപ്ഡേറ്റ് ചെയ്യുക. അതിന് പുറമെ പാർട്ടിയുടെ മൊബൈൽ നമ്പറും കൊടുക്കുക കേട്ടോ. പാർട്ടിയുടെ മൊബൈൽ നമ്പറും കൊടുക്കുക. ആധാർ നമ്പർ ആധാർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആധാർ നിർബന്ധമായിട്ട് വാങ്ങണം. ആധാർ, ഡേറ്റ് ഓഫ് ബർത്ത് ഇത്രയും കൊടുത്തിട്ട് ആദ്യം മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, ആധാർ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് KYC എന്നത് പോയിട്ട് KYC കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് വിൻഡോ ക്ലോസ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. നമുക്ക് എല്ലാവർക്കും പോളിസി അണ്ടർറൈറ്റ് ചെയ്യണോണ്ട് KYC അപ്ഡേറ്റ് ചെയ്യാൻ എങ്ങനെയെന്ന് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് അതിലേക്ക് കയറി വരിക. ഓൾറെഡി ഇവിടെ ഓഫ്ലൈൻ KYC ഡൺ എന്ന് കാണിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ക്ലോസ് ചെയ്യുക. വീണ്ടും അപ്ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ശ്രദ്ധിക്കുക, മൊബൈൽ നമ്പർ KYCയും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കസ്റ്റമർ ID മോഡിഫിക്കേഷനിൽ പോയിട്ടുള്ളത്. ഇത്രയും മോഡിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ ID അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഇനി നമ്മൾ ഹോമിൽ വന്നിട്ട് ക്ലെയിം രജിസ്ട്രേഷനിലേക്കാണ് പോകേണ്ടത്. ഈ ഓരോ സ്റ്റെപ്പിലും ക്ലെയിമിൻ്റെ ഭാവി രജിസ്ട്രേഷൻ്റെ ഓരോ സ്റ്റെപ്പിലും കസ്റ്റമർക്ക് മെസ്സേജ് പോകാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ നമ്പർ, കസ്റ്റമർ തന്നിട്ടുള്ള മൊബൈൽ നമ്പർ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് ചെയ്യേണ്ടത്. മൊബൈൽ നമ്പർ നമ്മുടെ ക്ലെയിം ഫോമിൽ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹോം പേജിലെത്തിയിട്ട് ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലെയിം മാനേജ്മെൻറ്റ് എന്നത് കാണാം. ക്ലെയിം മാനേജ്മെൻറ്റിന് ഏറ്റവും താഴെയായിട്ട് മോട്ടോർ OD ക്ലെയിം ഇൻറ്റിമേഷൻ എന്നത് കാണാം. മോട്ടോർ OD ക്ലെയിം ഇൻറ്റിമേഷൻ. ഈ മോട്ടോർ OD ക്ലെയിം ഇൻറ്റിമേഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിലൂടെയാണ് നമ്മൾ ക്ലെയിം രജിസ്ട്രേഷൻ നടക്കുന്നത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പേജിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ പോളിസി നമ്പർ തെറ്റാതെ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. നമ്മുടെ പോളിസിൻ്റെ ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി. അല്ലെങ്കിൽ കൃത്യമായിട്ട് ക്ലെയിം ഫോമിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് നോക്കുക. ഇവിടെ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്നത് കൊടുക്കുക. ഈ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തത് പോളിസി നമ്പർ ഏതാണെന്ന് വെച്ചാൽ ഈ ഷോറൂമിൽ നിന്ന് എടുത്തിട്ടുള്ള ടൈപ്പ് പോളിസികൾ നമുക്ക് ക്ലെയിം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു ടൈപ്പ് പോളിസിയുടെ പോളിസി നമ്പറാണ്. ഇത് നമുക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ. ഒരു ടൈപ്പിലൂടെ ചെയ്തൊരു പോളിസിയാണ്. ആ പോളിസിയിൽ ക്ലെയിം രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് ഏജൻറ്റിന് നിലവിൽ അധികാരമില്ല. ആ ടൈപ്പ് അവിടെ ഷോറൂമിലൂടെ തന്നെ മാത്രമേ പറ്റുകയുള്ളൂ. നമ്മളെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ കൺസേൺഡ് ഓഫീസ് ഏതാണോ അവിടേക്ക് തന്നെ പോവേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഭാവിയിൽ നമുക്ക് വരുമായിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു ഡമ്മി വേറെ ഷോറൂമിൽ ചെയ്തിട്ടുള്ള മാരുതി ഷോറൂമുകളിലൊക്കെ ചെയ്തിട്ടുള്ളൊരു പോളിസിയാണിത്. അപ്പോൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നത് നോക്കുമ്പോൾ നമുക്കൊരു എറർ മെസ്സേജാണ് ഇനിയിപ്പോൾ വരിക. യു ആർ നോട്ട് ഓതറൈസ്ഡ് ഡീലർ ടു ഇൻറ്റിമേറ്റ് ക്ലെയിം ഓൺ ദിസ് പോളിസി എന്നൊരു റെഡിലൊരു എറർ മെസ്സേജാണ് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ശരിക്കും നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിച്ച വണ്ടി തന്നെ ചെയ്യാം. ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് മാരുതിയുടെ ഡീറ്റെയിൽസുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. ക്ലെയിം മാനേജ്മെൻറ്റിൽ മോട്ടോർ OD ക്ലെയിം ഇൻറ്റിമേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പോളിസിയുടെ അടിച്ചു കൊടുക്കുക. സ്പേസ് ഒന്നും വരാൻ പാടില്ല. പോളിസിയിൽ P ക്യാപിറ്റൽ തന്നെയല്ലേ വന്നിട്ടുള്ളത് നോക്കുക കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോളിസിയുടെ ഡീറ്റെയിൽസ് ഇവിടെ വ്യക്തമായിട്ട് വരുന്നുണ്ട്. ആദ്യത്തെ തന്നെ ലൈൻ ഓഫ് ബിസിനസ് മോട്ടോർ എന്നത് കാണാം. ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് എന്നത് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ടൈപ്പ് എന്നത് പ്രൈവറ്റ് കാർ എന്നതും കാണുന്നുണ്ട്.
തൊട്ട് താഴെയായിട്ട് ഇൻഷുറൻസിൻ്റെ പോളിസി നമ്പർ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് അടിച്ചു കൊടുത്താണ് കൃത്യമല്ലേ ഒന്നും കൂടി ഉറപ്പ് വരുത്തുക. ആ പോളിസി തുടങ്ങുന്ന ഡേറ്റും ആ പോളിസി എൻഡ് ആവുന്ന ഡേറ്റും ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 2-3 തവണയായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ പോളിസി നമ്പർ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു വണ്ടിക്കായിരിക്കും നമ്മൾ ക്ലെയിം രജിസ്റ്റർ ചെയ്യുക. പിന്നെ അങ്ങനെ ഒരു പോളിസി ക്ലെയിം ക്യാൻസൽ ചെയ്യുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് താഴെയിട്ട് ഡേറ്റ് ഓഫ് ലോസ് എന്നത് കാണാം. ഈ ഡേറ്റ് ഓഫ് ലോസ് എന്നുള്ളത് നമ്മുടെ ക്ലെയിം ഫോമിൽ പാർട്ടി ഫില്ല് ചെയ്തിട്ടുണ്ട്. 17/7/2023 ഒരു രജിസ്റ്റർ ചെയ്തൊരു ക്ലെയിം ആണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. 17/7/2023 അപകടം നടന്നതായിട്ടാണ് ഈ പാർട്ടി ക്ലെയിം ഫോമിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഡേറ്റ് കൊടുക്കാം. 17/7/2023 നടന്നു. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് ഡേറ്റ് ഓഫ് ലോസ് ആണ്. അതായത് അപകടം നടന്ന സമയം ആണ് ചോദിക്കുന്നത്. റെയിൽവേ ടൈം രൂപത്തിലാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. റെയിൽവേ ടൈം രൂപത്തിൽ എന്ന് പറയുമ്പോൾ ഇത് അപകടം നടന്നത് ഉച്ച കഴിഞ്ഞ് 3:30 അതായത് 15:30. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. 15:30 ക്ലെയിം ഫോമിൽ എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെ കൊടുക്കുക. പിന്നെ തൊട്ട് താഴെയായിട്ട് ഡേറ്റ് ഓഫ് ക്ലെയിം ഇൻറ്റിമേഷൻ ഡേറ്റ് എന്ന് കാണിക്കും. നമ്മൾ അപകടം നടന്ന തീയതിയാണ് കൊടുക്കുന്നത് കേട്ടോ. അത് ഓട്ടോമാറ്റിക് ഡീഫാൾട്ടായിട്ട് വന്നിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യുന്ന സമയവും അവിടെ കാണിക്കുന്നു കേട്ടോ. അതിലും മാറ്റം വരുത്തുന്നില്ല. ഒക്കെ നമുക്ക് മാറ്റം വരുത്താനും പറ്റുന്നില്ല. അതിന് ഏറ്റവും താഴെയായിട്ട് ഇവിടെ അഡ്രസ് ആക്സിഡൻറ്റ് ഡീറ്റെയിൽസ് എന്നതാണ്. അപകടവും സംബന്ധിച്ച കാര്യങ്ങളാണ് ഇതിലൂടെ ചോദിക്കുന്നത്. വേർ ഡിഡ് ദ ആക്സിഡൻറ്റ് ഹാപ്പൺ, അപകടം നടന്നത് എവിടെ എന്നതാണ്. അപകടം നടന്ന സ്ഥലം ക്ലെയിം ഫോം നോക്കിയിട്ട് കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപകടം നടന്നത് കോഹിമ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കോഹിമ എന്ന് കൊടുക്കുക. അതിന് താഴെ അപകടം നടന്ന പിൻകോഡും കൃത്യമായിട്ട് കൊടുക്കുക. സിറ്റി ഇതൊക്കെ ഇവിടെ നമുക്ക് സ്റ്റാർ നോക്കുക കേട്ടോ. ഒന്നും സ്റ്റാറില്ലാത്ത അത്ര നിർബന്ധം പറയുന്നില്ല. ഫില്ല് ചെയ്താൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ക്ലെയിം പ്രൊസീഡ് ചെയ്യുന്ന ഓഫീസേഴ്സിനൊക്കെ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ മൊബൈൽ നമ്പർ ഇവിടെ പാർട്ടീൻ്റെ മൊബൈൽ നമ്പറൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ലേ നോക്കുക. ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക കേട്ടോ. പിന്നെ അപകടം സംബന്ധിച്ച് ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഇവിടെ വ്യക്തമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന് താഴെയായിട്ട് ഇനി അടുത്ത സിറ്റി കൊടുക്കുക. ഏതാണോ സിറ്റി ആ സിറ്റീൻ്റെ പേര് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു ഡെമ്മി രൂപത്തിലാണ് കേട്ടോ ക്ലെയിം രജിസ്റ്റർ ചെയ്തത്. രജിസ്റ്റർ ചെയ്യുന്നില്ല, അപ്ഡേറ്റ് വരെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. പിന്നെ ക്ലെയിം ലോസ് ടൈപ്പ് എന്നതാണ്. ഓൺ ഡാമേജ് എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓൺ ഡാമേജ് മാത്രമേ തന്നെ സെലക്ട് ചെയ്യാനുള്ളൂ. അതിലും മാറ്റമില്ല. എനി TP ഇഞ്ചുറി ഓർ ഡെത്ത് പ്രോപ്പർട്ടി ഡാമേജ് എന്തെങ്കിലും, അതായത് തേർഡ് പാർട്ടികൾക്ക് വല്ല ഇഞ്ചറിയോ അല്ലെങ്കിൽ അപകടത്തിൽ ആരെങ്കിലും മരണപ്പെടുകയോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ പ്രോപ്പർട്ടികൾക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ തന്നെ കൊടുക്കുക. അതിന് താഴെയായിട്ട് നെയിം ഓഫ് ഡ്രൈവർ അറ്റ് ദ ടൈം ഓഫ് ആക്സിഡൻറ്റ് എന്നാണ്. അപകട സമയത്ത് വണ്ടി ഓടിച്ച ഡ്രൈവറുടെ പേരാണ് ചോദിക്കുന്നത്. അപകട സമയത്ത് വണ്ടി ഓടിച്ച ക്ലെയിം ഫോമിലുണ്ടായിരിക്കും ഡ്രൈവർ നെയിം എന്നുള്ളത്. ആ പേര് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഡ്രൈവർ ലൈസൻസ് നമ്പറാണ് ചോദിക്കുന്നത്. ലൈസൻസ് നമ്പറും ക്ലെയിം ഫോമിലുണ്ടായിരിക്കും. ക്ലെയിം ഫോം നോക്കിയിട്ട് കൃത്യമായിട്ട് കൊടുക്കുക കേട്ടോ. അതിന് താഴെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇവിടെ മാറ്റം വരുത്തുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ ഈ കാര്യം. ഇവിടെ താഴെയായിട്ട് ഇതേത് വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒരു സെക്ഷനിൽ കൊടുക്കുന്നത് കേട്ടോ. ഈ വർക്ക്ഷോപ്പ് കൊടുക്കുന്നതനുസരിച്ചാണ് സർവേയർമാർ വരിക. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വർക്ക്ഷോപ്പിൻ്റെ പേര് എവിടെയാണോ ഉള്ളത് ക്ലെയിം ഫോമും എസ്റ്റിമേറ്റും നോക്കുക. ഒക്കെ ക്ലിയർ ആയിട്ട് മാത്രം സെലക്ട് ചെയ്യുക. ഒരേ പേരിൽ തന്നെ ഒരുപാട് വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ടായിരിക്കും. നമ്മളെവിടേക്ക് പറയും. ആദ്യം വർക്ക്ഷോപ്പ് സ്റ്റേറ്റ്. വർക്ക്ഷോപ്പ് ഇപ്പോൾ നമ്മളിപ്പോൾ ഡെമേറ്റ് കൊടുക്കുന്ന അമാന ടൊയോട്ട കോഴിക്കോട് എന്ന വർക്ക്ഷോപ്പാണ് വണ്ടി ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് കേരളമാണ്. അപ്പോൾ കേരളത്തിലുള്ള വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ വരിക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായിട്ട് റീഫ്രഷ് ആയിട്ട് വരും. അത് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് ഡിസ്ട്രിക്റ്റ് എന്നതാണ്. നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ ഉള്ളത് ആ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് കൃത്യമായിട്ട് കൊടുക്കുക. ജസ്റ്റ് റീഫ്രഷ് ആയിട്ട് ഒന്നുകൂടി വരും. അത് കഴിഞ്ഞാൽ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ വർക്ക്ഷോപ്പ്.
നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ പേരും അഡ്രസ്സും ഇവിടെ വരുന്നുണ്ട്. ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ ആൽഫബറ്റിക് ഓർഡർ തന്നെയാണ് വരുന്നത്. നമ്മളിപ്പോൾ വണ്ടി ഇപ്പോൾ ഉള്ളത് വർക്ക്ഷോപ്പ് അമാനോ ടൊയോട്ട കോഴിക്കോടാണ്. അപ്പോൾ നമുക്ക് അമാന ടൊയോട്ട കോഴിക്കോട് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരുപാട് വർക്ക്ഷോപ്പ് ഉണ്ട്. നമുക്ക് നോക്കിയിട്ട് പേരും അഡ്രസ്സും കൃത്യമാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം സെലക്ട് ചെയ്യാമാവുന്നുള്ളൂ കേട്ടോ. ഒരു ഉദാഹരണം പറയാം, അതിപ്പോൾ എ മോട്ടോഴ്സ് കോഴിക്കോടാണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാവുന്നുള്ളൂ. ഇത്രയും സെലക്ട് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അമാന ടൊയോട്ടയാണ് ഇപ്പോൾ ക്ലെയിം ഫോം പ്രകാരം ആൽഫബറ്റിക് ഓർഡർ തന്നെ ആയതുകൊണ്ട് നമുക്ക് വേഗം അടിയിലേക്ക് പോകാം. അമാന ടൊയോട്ട ചെറുവണ്ണൂർ. ഓക്കെ, ചെറുവണ്ണൂരുള്ള വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ളത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇതിലിപ്പോൾ GST നമ്പറും പാൻ നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. അഡ്രസ്സ് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്, പാൻ കാർഡ് നമ്പറൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ GST ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ചെറുവണ്ണൂർ ഇത് നമുക്ക് എടുക്കാം. ഇതൊക്കെ ഏറ്റവും കൂടുതൽ അഡ്രസ്സുള്ള ഒരേ പേര് തന്നെ ഒരുപാട് വർക്ക്ഷോപ്പുകളും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. കൽപ്പറ്റ കണ്ടിട്ടില്ലേ, ഒരുപാട് വർക്ക്ഷോപ്പുകൾ ഒക്കെ ഒരേ നമ്പറിന് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഈ നമ്പർ നോക്കുക കേട്ടോ. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൺസേൺഡ് ഓഫീസായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആദ്യം. പിന്നെ ഇത് തന്നെ കാണിക്കും അമാന ടൊയോട്ട ചെറുവണ്ണൂർ. നമുക്ക് എടുക്കാനുള്ള ഇത് ഇവിടെ കാണിക്കുന്നുണ്ട്. GST നമ്പറും അവരെ പാൻ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. നമ്മൾ എടുക്കുക, ജസ്റ്റ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എസ്റ്റിമേറ്റ് എമൗണ്ടാണ് കൊടുക്കേണ്ടത്. എസ്റ്റിമേറ്റ് എമൗണ്ട് 45,478 എസ്റ്റിമേറ്റ് എമൗണ്ട് പറയുന്നത്. ആ എമൗണ്ട് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ബ്രീഫ് എക്സ്പ്ലെയിൻ ഹൗ ഡിഡ് ദ ആക്സിഡൻറ്റ് ഹാപ്പൺ. അപകടം എങ്ങനെ ഉണ്ടായി എന്നതാണ് ചോദിക്കുന്നത്. അതും നമ്മുടെ ക്ലെയിം ഫോമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹിറ്റ് വിത്ത് അനദർ വെഹിക്കിൾ എന്നാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈസ് യുവർ വെഹിക്കിൾ ഡാമേജ്ഡ്? യെസ്, ടിക്ക് മാർക്ക് ഇടുക. വെഹിക്കിൾ ഡാമേജ്ഡ് ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് അറ്റാച്ച്ഡ് എന്നോ അല്ലെങ്കിൽ ആസ് പെർ എസ്റ്റിമേറ്റ് എന്നോ പറയുക കേട്ടോ. പിന്നെ അഡ്രസ് ഓഫ് ദ ആക്സിഡൻറ്റ്, അപകടം നടന്നത് കുറച്ച് മുകളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, വ്യക്തമായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പോളിസി ഇഷ്യൂ ഓഫീസ് കോഡാണ് ചോദിക്കുന്നത്. ഇഷ്യൂ ചെയ്ത ഓഫീസ് കോഡിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ ഡീഫോൾട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ അപ്ഡേറ്റ് എന്നത് കൊടുക്കുക. ഈ അപ്ഡേറ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് വീണ്ടും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസുകളും പോളിസി നമ്പറുകളും ഡേറ്റ് ഓഫ് ലോസ്, ടൈം, വർക്ക്ഷോപ്പ്, പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട 3-4 കാര്യം ഇത് മാത്രമാണ്. നമുക്ക് ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാറിൽ മാത്രമായിരുന്നു, പക്ഷേ വർക്ക്ഷോപ്പിൻ്റെ പേരിൻ്റെ കാര്യത്തിൽ ഇവിടെ സ്റ്റാർ വന്നില്ല. പക്ഷേ ഇതില്ലാതെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് വർക്ക്ഷോപ്പിൻ്റെ പേരും എസ്റ്റിമേറ്റ് എമൗണ്ടും ഡേറ്റ് ഓഫ് ലോസും ടൈമും. ഇത്രയും കാര്യങ്ങൾ 2 തവണ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ അപ്ഡേറ്റ് കൊടുക്കാൻ പാടുള്ളൂ. അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലെയിം നമ്പർ വന്നിട്ടുണ്ടാകും. ആ നമ്പർ നോട്ട് ചെയ്ത് നമ്മൾ കൊടുത്തത് ക്ലിയർ ആണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആണ്. ഇനി നമ്മൾ രജിസ്റ്റർ ചെയ്ത ക്ലെയിം നമ്പർ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം ചെയ്തത് ശരിയാണോ എന്നത് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ബാക്ക് അടിക്കുന്നുണ്ട്. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഏകദേശം ഇതേപോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓഫീസ് കോഡും പിന്നെ മോട്ടോറിൻ്റെ കോഡ്, രജിസ്റ്റർ ചെയ്ത വർഷം C0500 എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കും ഉണ്ടാവുക. പിന്നെ ബാക്കി ക്ലെയിം നമ്പർ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്ലെയിം നമ്പർ അവിടെ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ GC കോർ റിപ്പോർട്ട് എന്നത് കാണാം. GC കോർ റിപ്പോർട്ട് എന്നതിന് ഏറ്റവും താഴെയായിട്ട് ചെക്ക് സ്റ്റാറ്റസ് റിപ്പോർട്ട് എന്നത് കാണാം. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വേറെയും ക്ലെയിമുകൾ ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലെയിം നമ്പറുകൾ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് സബ്മിറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക.
സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡേറ്റ് ഓഫ് ലോസ് 17/7/2023 ക്ലെയിം നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ക്ലെയിം നോട്ടിഫിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട്, പോളിസി നമ്പർ വന്നിട്ടുണ്ട്, ഇൻഷോർഡ് നെയിമും വന്നിട്ടുണ്ട്. കുറച്ചിവിടെ റൈറ്റിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രാക്ക് എന്നൊരു ഓപ്ഷൻ കാണാം, ഒരു ബട്ടൺ കാണാം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത ക്ലെയിമിൻ്റെ ഡീറ്റെയിൽസുകൾ വേണമെങ്കിൽ ഇവിടെ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് രജിസ്റ്റർ ചെയ്ത ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ക്ലെയിം എന്നല്ല, ഭാവിയിൽ ഉള്ള ബാക്കി ഏത് ക്ലെയിമുകൾക്കും ഈ ഒരു ഇതിലൂടെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ തന്നെ രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിലും വേറെ ഏതെങ്കിലും ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോ നമ്മുടെ ഇഷ്യൂ ചെയ്ത പോളിസിയിൽ ക്ലെയിമിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഇതിലൂടെ നോക്കാൻ പറ്റും. ഇവിടെ ഏറ്റവും ക്ലെയിം നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ വരുന്നത് ക്ലെയിം ഇൻറ്റിമേഷൻ നമ്പറാണ് കേട്ടോ. നമ്മൾ രജിസ്റ്റർ ചെയ്ത ക്ലെയിം നമ്പർ ഇവിടെയാണ് വരിക. ക്ലെയിം നമ്പർ ഇവിടെയാണ് ഉണ്ടാവുക. ക്ലെയിം നമ്പർ, ക്ലെയിം ഇഷ്യൂ ചെയ്ത ഓഫീസിൻ്റെ പേരും ക്ലെയിം അതിന് താഴെയായിട്ട് ക്ലെയിം സർവീസ് ചെയ്ത ഓഫീസിൻ്റെ പേര്. ഇത് ക്ലെയിം സർവീസ് ചെയ്യുന്നത്, അതായത് ക്ലെയിം രജിസ്റ്റർ ചെയ്തിട്ട് സർവീസ് ചെയ്ത ഓഫീസിൻ്റെ പേര്. നമ്മളിപ്പോൾ ഡമ്മി ആയതുകൊണ്ടാണ് നമ്മളെ പേര് കാണിക്കാത്തത്. അല്ലെങ്കിൽ നമ്മൾ അറ്റാച്ച് ചെയ്തതിൽ ഏത് ഓഫീസാണോ ആ ഓഫീസിൻ്റെ പേരാണ് ഇവിടെ കാണിക്കുക. പിന്നെ ഇത് അവർ ക്ലെയിം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഓഫീസിൻ്റെ അല്ലെങ്കിൽ ഏത് RCC അല്ലെങ്കിൽ ഏത് ഹബിലാണോ കിടക്കുന്നത് ആ ഹബിൻ്റെ പേരാണ് ഇവിടെ വരിക. ആദ്യം രജിസ്റ്റർ ചെയ്ത അപ്പം തന്നെ ഇവിടെ വരില്ല കേട്ടോ. നോട്ട് അവൈലബിൾ NA എന്നൊക്കെയാണ് ഉണ്ടായിരിക്കുക. പിന്നെ നമ്മൾ അടിച്ചുകൊടുത്ത എക്സ്പെൻസ് എമൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെയാണ് വരിക. ഒന്നുകൂടി ബാക്കോട്ട് അടിയിലേക്ക് കാണിക്കാം. നമ്മളിപ്പോൾ ഒരു സർവേറെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ മണിക്കൂറുകളിലുമായിട്ടാണ് സർവേറെ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൽ ഈ ഒരു ക്ലെയിമിൻ്റെ കാര്യത്തിൽ പറയാം. ഈ ഒരു സർവേർക്കാണ് പോയിട്ടുള്ളത്. സർവേർക്ക് ആ ഒരു കൃത്യം 2 മണിക്ക് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം 2:07 ആയപ്പോൾ തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓരോ മണിക്കൂറിലാണ് 2 മണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് 3 മണിക്കാണ് വരിക, പിന്നെ 4 മണിക്ക് പോകും. ഓരോ സർവേർ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ അവരെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണിക്കും കേട്ടോ, ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ആക്സെപ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ അവർ റിപ്പോർട്ട് നമ്മുടെ GC അതല്ലെങ്കിൽ നമ്മുടെ യുണൈറ്റഡിൻ്റെ സൈറ്റിലേക്ക് സർവേ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് സബ്മിറ്റഡ് എന്നാണ് വരിക. അപ്ലോഡ് ചെയ്ത ഡേറ്റും ഇവിടെ കാണിക്കും കേട്ടോ. ഇതാണ് അപ്ലോഡ് ചെയ്ത ഡേറ്റ്. മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നോക്കേണ്ടത്. ഇനി കുറച്ചുകൂടി താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ക്ലെയിമിൻ്റെ പ്രൊസീജിയേഴ്സും മറ്റു കാര്യങ്ങളാണ്. ഇനി ഇവിടെ ക്ലെയിം സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സെറ്റിൽ ചെയ്ത ആളെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് സർവേറെ പേരും ഇത് പാർട്ടീൻ്റെ പേരും. ക്ലെയിം പാർട്ടിക്ക് തന്നെയാണ് സെറ്റിലായിട്ടുള്ളത്. മറ്റു വർക്ക്ഷോപ്പിൻ്റെ പേരാണെന്ന് വെച്ചാൽ വർക്ക്ഷോപ്പിൻ്റെ പേരായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക കേട്ടോ. സെറ്റിൽ ചെയ്ത ഡേറ്റ് ഇതാ, പേയ്മെൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് ഉണ്ടാവും. ഈ ഡേറ്റ് നോക്കുക. ഈ ഡേറ്റ് മുതൽ പരമാവധി 2 ദിവസത്തിനുള്ളിലായിട്ടാണ് അക്കൗണ്ടിലേക്കാണ് വരിക. പിന്നെ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇട്ട NEFT അല്ലെങ്കിൽ RTGS ലെവലിലാണ് വരിക. ഇത് യുണൈറ്റഡ് ഇന്ത്യയുടെ ബാങ്കാണ് കേട്ടോ, പാർട്ടിയുടെ ബാങ്കല്ല. പാർട്ടിയുടെ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ മുകളിലായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് കാണാൻ പറ്റും. പാർട്ടി കൊടുത്തിട്ടുള്ള ബാങ്ക് ഒരു SBI എന്ന് പറഞ്ഞിട്ടാണ്, അതായത് SBI ബാങ്കിൻ്റെ ഒരു പാസ്ബുക്കാണ് കൊടുത്തിട്ടുള്ളത്. SBI ഈ IFSC കോഡ് കോപ്പി ചെയ്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തതിൽ ഏത് ബ്രാഞ്ചാണ് എന്ന് വരെ വ്യക്തമായിട്ട് കാണിക്കും. അപ്പോൾ വീണ്ടും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഇടയിൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് ചെയ്യുന്ന സമയത്തിൽ അപ്രൂവലൊക്കെ പോയൊരു ഡീറ്റെയിൽസുകളൊക്കെയാണ് കേട്ടോ. നമുക്ക് നോർമലി നോക്കേണ്ട ആവശ്യമില്ല. ക്ലെയിമിൻ്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട് എന്ന ഭാഗമായിട്ടാണ് ഇത് കാണിക്കുന്നത്. കുറച്ചുകൂടെ താഴെയായിട്ട് ഇവിടെ സെറ്റിൽ ചെയ്ത എമൗണ്ട് ഇവിടെയാണ് കാണിക്കുക. RT എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് താഴെയായിട്ട് ഇവിടെ പാർട്ടിക്ക് 81,879 രൂപ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലെയിമിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പൊതുവായിട്ട് എല്ലാ ക്ലെയിമുകൾക്കും ഇവിടെ ആയിരിക്കും ഉണ്ടാവുക, RT എമൗണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ അവരെ സെറ്റിൽ ചെയ്ത അക്കൗണ്ട് നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്. IFSC കോഡ് കുറച്ച് മുകളിലായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ബാങ്കിൻ്റെ കോഡാണ്, അത് യുണൈറ്റഡിൻ്റെ സൈറ്റിൽ ഈ ഒരു ബാങ്കിൻ്റെ ഒരു കോഡായിട്ടാണ്. ഇത് നോക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു ഭാഗം നോക്കേണ്ട ആവശ്യമില്ല. ഇത് UTR നമ്പർ എന്ന് പറയും. ക്ലെയിമിന് സംബന്ധമായ ഇത് ക്ലെയിം കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ UTR നമ്പറും സെറ്റിൽമെൻറ്റ് ഡേറ്റും മാത്രം നോക്കിയാൽ മതി. ഈ എമൗണ്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഈ ഒരു ഇത് വേണം. എന്തെങ്കിലും ഇഷ്യൂ വരുന്ന സമയത്ത് മാത്രമേ UTR നമ്പറിൻ്റെയൊക്കെ ആവശ്യം നോർമലി വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഉദാഹരണം വേറൊരു ക്ലെയിമിൻ്റെ കൂടിയും ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് സ്റ്റാറ്റസ് എന്നുള്ളത് കാണാം. ഇവിടെ സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലോസ്ഡ് എന്നാണ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ക്ലെയിം എന്തെങ്കിലും തരത്തിൽ സെറ്റിൽ ചെയ്തോ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ അവിടെ ക്ലോസ്ഡ് എന്നാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലെയിം ഇപ്പോൾ സെറ്റിൽ ചെയ്യാതെ ഓപ്പണായി കിടക്കുന്ന ഒരു സ്റ്റാറ്റസിലാണ് കാണിക്കുക. നമ്മളിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് വേറൊരു ക്ലെയിം ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ഒരു വേറൊരു ഡെമ്മി ക്ലെയിം നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡെമ്മി ക്ലെയിം നമ്പർ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലെയിമിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇവിടെ ട്രാക്ക് എന്നത് ക്ലിക്ക് ചെയ്യുക. ട്രാക്ക് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിമിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ക്ലെയിം ഇൻറ്റിമേഷൻ നമ്പറാണ് വരിക. അത് ആ ഒരു ക്ലെയിമിൻ്റെയാണ് കാണിക്കുക കേട്ടോ. ഏറ്റവും കുറച്ച് താഴെയായിട്ട് ക്ലെയിം സംബന്ധമായ എന്തെങ്കിലും സംശയം നമ്മൾ സെലക്ട് ചെയ്ത് മാറിയിട്ടുണ്ടോ നോക്കുക. ആർട്സ് ഓണറുടെ പേര് ഇവിടെ ഉണ്ടായിരിക്കും. ഏത് ഓഫീസിലാണോ സർവീസ് ചെയ്യുന്നത് ആ ഓഫീസും ഇഷ്യൂ ചെയ്ത ഓഫീസും ഒരു പോളിസി ഉണ്ടെങ്കിൽ ആ ഏത് ഓഫീസിലും ഇന്ത്യയിൽ എവിടെയും നമുക്ക് ക്ലെയിം രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്. പക്ഷേ വർക്ക്ഷോപ്പ് നമ്മുടെ പരിധിക്ക് പുറത്താണെങ്കിൽ ഏറ്റവും അടുത്തുള്ള വർക്ക്ഷോപ്പിലേക്ക് തന്നെ വിടുക. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ റിസ്ക്കാണ്. കൺസേൺഡ് ഓഫീസായിട്ട് അങ്ങനത്തെ ഇഷ്യൂ വരുമ്പോൾ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. നേരത്തെ ഒരു ക്ലെയിം നമ്മൾ സെറ്റിൽ ചെയ്തുകൊണ്ടാണ് സെറ്റിൽ എന്ന് കാണിക്കുന്നത്. ഇതിപ്പോൾ സ്റ്റാറ്റസ് ഓപ്പൺ ആണ്, ക്ലെയിം സെറ്റിൽ ചെയ്തിട്ടില്ല. ക്ലെയിം രജിസ്റ്റർ ചെയ്തതും മറ്റു കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഓക്കെ. നേരത്തെ വർക്ക്ഷോപ്പിന് റിപ്പോർട്ട് സബ്മിറ്റഡ് എന്നായിരുന്നു കാണിച്ചിരുന്നത്. നേരത്തെ നമ്മൾ കാണിച്ചു തന്നില്ല ക്ലെയിമിൻ്റെ ഇതിൽ. ഇതൊരു റിസോഴ്സ് ടൈപ്പിൽ അപ്പോയിൻറ്റഡ് എന്നാണ്. സർവേർ ആക്സെപ്റ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു പക്ഷേ വർക്ക് കംപ്ലീറ്റ് ആവാതെ കിടക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് അപ്പോയിൻറ്റഡ് എന്നത്. റിപ്പോർട്ട് സബ്മിറ്റഡ് ഡേറ്റ് എന്നത് ബ്ലാങ്ക് ആണ്. ഇവിടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്മിറ്റ് കൊടുക്കുന്ന ഡേറ്റ് ഇവിടെ വ്യക്തമായിട്ട് കാണിക്കും. 2024 ഏതാണോ മാസം, മാർച്ച് 1 അല്ലെങ്കിൽ എത്ര വെച്ചാൽ വ്യക്തമായിട്ട് ഇവിടെ കാണിക്കും. ഇവിടെ അതിന് താഴെയായിട്ട് സർവേയർമാർ എല്ലാ മണിക്കൂറിലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 3/1 സർവേയർ ആദ്യത്തെ സർവേയർ പോയത്. ഇദ്ദേഹത്തിന് 1 മണിക്കൂർ സമയമുണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ. അദ്ദേഹം 1 മണിക്കൂർ കൊണ്ടും ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ആ ലിങ്ക് എക്സ്പയർ ആയത്. ഫോണിലേക്ക് ടെക്സ്റ്റ് മെസ്സേജാണ് സർവേയർക്ക് വരുന്നത്. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്ത് സമയം കഴിഞ്ഞാൽ അടുത്തത് പിന്നെ വേറൊരു സർവേയർക്കാണ് വരിക. അപ്പോൾ ആ സർവേയർക്കും അടുത്ത മണിക്കൂറിൽ വന്നിട്ടുണ്ട്. 4/1 പോയത്. അത് കഴിഞ്ഞ് 4:23 ആയപ്പോഴത്തേക്ക് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സർവേയറുടെ അപ്പോയിൻറ്റഡ് എന്ന് കാണിക്കുന്നത്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ റിപ്പോർട്ട് സബ്മിറ്റഡ് എന്ന് കാണിക്കുകയുള്ളൂ. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ള അടിയിലെ നേരത്തെ പോലെ കാണിക്കില്ല. കാരണം ബാക്കി പ്രൊസീജിയേഴ്സ് ഒന്നും നടന്നില്ല, സെറ്റിൽമെൻറ്റ് ഒന്നും നടക്കാത്തതുകൊണ്ടാണ്. ജസ്റ്റ് നമുക്ക് ക്ലെയിമിൻ്റെ സ്റ്റാറ്റസുകളും ഇങ്ങനെ നമുക്ക് നോക്കാം. ക്ലെയിം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ RCCയിലേക്കും ഇവിടേക്കും എത്തുള്ളൂ. ഇതിപ്പോൾ RCCയോ അല്ലെങ്കിൽ ഹബ്ബോ എന്നുള്ള നോട്ട് അപ്ലിക്കബിൾ ആണ് കാണിക്കുന്നത്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ എസ്റ്റിമേറ്റ് അനുസരിച്ച് RCCയോ അല്ലെങ്കിൽ ഹബ്ബോ എന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസൈഡ് ആവുകയും വരുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ക്ലെയിം രജിസ്റ്റർ ചെയ്യുന്നതും ക്ലെയിം രജിസ്റ്റർ ചെയ്തതിൻ്റെ സ്റ്റാറ്റസുകളും എങ്ങനെ നോക്കുക എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ആരും എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആരും ഡമ്മി ആയിട്ട് ഒരിക്കലും ക്ലെയിം രജിസ്റ്റർ ചെയ്യരുത്. ക്ലെയിം രജിസ്റ്റർ ചെയ്യുമ്പോൾ പേപ്പറുകളെല്ലാം ഓക്കെയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം രജിസ്റ്റർ ചെയ്യുക. ഡമ്മി ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ റിസ്ക്കും ആ ഏജൻറ്റായിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ പോർട്ടൽ വരെ കട്ടാവാൻ സാധ്യതയുണ്ട്. ക്ലെയിം രജിസ്ട്രേഷൻ അപ്ഡേറ്റ് വരെ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. അതിന് ശേഷം ഉള്ളത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഭാവിയിൽ പറയുന്നതാണ്. പിന്നെ നമ്മൾ വേറൊരു കാര്യമുണ്ട്. ഇവിടെ ക്ലെയിം മാനേജ്മെൻറ്റിൽ നമ്മൾ ക്ലെയിം ഇൻറ്റിമേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന് മുകളിലായിട്ട് ക്ലെയിം ഇൻറ്റിമേഷൻ റിപ്പോർട്ട് എന്നതൊരു ഓപ്ഷനും കൂടിയുണ്ട്. ക്ലെയിം ഇൻറ്റിമേഷൻ റിപ്പോർട്ട് എന്നത് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലെയിമിൻ്റെ ഡീറ്റെയിൽസുകൾ എത്ര ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു 30 ദിവസത്തിൻ്റെ വ്യത്യാസത്തിലാണ് ചോദിക്കുക. ഇവിടെ ഫ്രം ഡേറ്റും ടു ഡേറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്ത ദിവസത്തിൻ്റെ കാണിക്കുന്നതാണ്. എന്നിട്ട് ഫെച്ച് ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മളിപ്പോൾ ഈ ഒരു പോർട്ടലിലൂടെ ക്ലെയിം രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ബ്ലാങ്ക് ആയിരിക്കും കാണിക്കുക. ജസ്റ്റ് ഇൻറ്റിമേഷൻ റിപ്പോർട്ടിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത ക്ലെയിമിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കിടക്കുന്നത് കേട്ടോ. ഇതില്ലാത്തതുകൊണ്ട് മാത്രം നോ ഡാറ്റ ഫൗണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. താങ്ക് യു.